സുധാകരനെതിരായ അനധികൃത സ്വത്ത് സമ്പാദന പരാതിയിൽ മുൻ ഡ്രൈവർ പ്രശാന്ത് ബാബു ഇന്ന് വിജിലൻസിന് മൊഴി നൽകിയേക്കും. കോഴിക്കോട് തൊണ്ടയാട് വിജിലൻസ് ഓഫീസിൽ എത്തിയാകും പ്രശാന്ത് ബാബു മൊഴി നൽകുക. അതിനിടെ കെ സുധാകരന്റെ വരുമാന സ്രോതസ് സംബന്ധിച്ച് വിജിലൻസിന്റെ പ്രാഥമിക അന്വേഷണം പുരോഗമിക്കുകയാണ്. വിശദാംശങ്ങളുമായി റിയാസ് KMR ചേരുന്നുണ്ട്. റിയാസ്, ഇന്ന് എത്ര മണിയോടുകൂടിയാണ് മൊഴി രേഖപ്പെടുത്താൻ സാധ്യത? എന്തൊക്കെയാണ് ഈ ഡ്രൈവർ പ്രശാന്ത് ബാബു പറയുന്നത്? കെ സുധാകരന്റെ മുൻ ഡ്രൈവറാണ് പ്രശാന്ത് ബാബു നൽകിയ പരാതിയിൽ കോഴിക്കോട് വിജിലൻസ് സ്പെഷ്യൽ സെല്ലാണ് സുധാകരന്റെ വരുമാന സ്രോതസ് സംബന്ധിച്ചുള്ള പ്രാഥമിക അന്വേഷണം നടത്തുന്നത്. ഇതിന്റെ ഭാഗമായി തന്നെ സുധാകരന്റെ ഭാര്യയുടെ 2001 മുതലുള്ള ശമ്പളത്തിന്റെയും മറ്റ് ആനുകൂല്യങ്ങളുടെയും എല്ലാ വിവരങ്ങൾ വിജിലൻസ് തേടിയിരുന്നു. സുധാകരന്റെ ഭാര്യ അധ്യാപികയായി ജോലി ചെയ്തിരുന്ന കണ്ണൂർ കാടാച്ചിറ ഹൈസ്കൂൾ പ്രധാനാധ്യാപകനായിരുന്നു വിജിലൻസ് ഇത് സംബന്ധിച്ച നോട്ടീസ് നൽകിയിരുന്നത്. കെ സുധാകരന്റെ 15 വർഷത്തെ വരുമാന വിവരങ്ങളും ഇതിനു പുറമെ വിജിലൻസ് അന്വേഷിക്കുന്നുണ്ട്. ഈ പരാതിയിൽ ഉറച്ചു നിൽക്കുന്നതായി കെ സുധാകരന്റെ മുൻ ഡ്രൈവറായ പ്രശാന്ത് ബാബു വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. വിജിലൻസ് കേസ് പിൻവലിക്കാൻ സുധാകരൻ ഇടനിലക്കാരൻ വഴി 25 ലക്ഷം രൂപ കോഴ വാഗ്ദാനം നൽകി എന്നാണ് പ്രശാന്ത് ബാബുവിന്റെ വെളിപ്പെടുത്തൽ. ഇത് സംബന്ധിച്ച മൊഴി നൽകാനാണ് പ്രശാന്ത് ബാബു ഇന്ന് കോഴിക്കോടേക്ക് എത്തുന്നത്. കോഴിക്കോട് തൊണ്ടയാടാണ് വിജിലൻസിന്റെ യൂണിറ്റ് ഉള്ളത്. അവിടെ ഏകദേശം 11 മണിയോടുകൂടി പ്രശാന്ത് ബാബു എത്തിക്കുമെന്ന സൂചനകളാണ് ലഭിക്കുന്നത്. ഒരുപക്ഷെ സമയത്തിൽ ചില മാറ്റങ്ങൾ വരാനുള്ള സാധ്യതയുമുണ്ട്. എന്തായാലും ഇന്ന് പ്രശാന്ത് ബാബു ഇത് സംബന്ധിച്ച മൊഴി വിജിലൻസിന് നൽകിയേക്കും എന്നാണ് ഈ ഘട്ടത്തിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. ശ്രുതി. റിയാസ്, അതായത് സുധാകരനെതിരെ ഒട്ടേറെ തെളിവുകൾ പുറത്തു വരുന്ന സാഹചര്യത്തിൽ തന്നെയാണോ വിജിലൻസിലേക്കും കേസ് അന്വേഷണം നടക്കുന്നത്? എന്താണ് വിജിലൻസിന്റെ ഭാഗത്ത് നിന്ന് ലഭിക്കുന്ന വിവരം? ശ്രുതി, സുധാകരനെതിരെ ആരോപണങ്ങൾ നിരവധിയായി പുറത്തു വരുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ഇത് സംബന്ധിച്ച് 2021 ആണ് ഇത് സംബന്ധിച്ച പരാതി കെ സുധാകരന്റെ മുൻ ഡ്രൈവറായിരുന്ന പ്രശാന്ത് ബാബു വിജിലൻസിൽ നൽകിയിരുന്നത്. ചിറക്കൽ രാജാസ് സ്കൂൾ ഏറ്റെടുക്കാൻ പണപ്പിരിവ് നടത്തിയിട്ടും സ്കൂൾ ഏറ്റെടുത്തില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് 2021 വിജിലൻസിന് പരാതി നൽകിയിരുന്നത്. ഈ പരാതിയിലാണ് വിജിലൻസ് കെ സുധാകരന്റെ ഭാര്യയുടെ ശമ്പള വിവരങ്ങൾ തേടി സ്കൂൾ പ്രിൻസിപ്പലിന് നോട്ടീസ് നൽകിയിരുന്നത്. മാത്രമല്ല സുധാകരന്റെ 15 വർഷത്തെ വരുമാന സ്രോതസ് സംബന്ധിച്ച അന്വേഷണം നടത്തുന്നു. അതിൽ പ്രശാന്ത് ബാബുവിന്റെ ആരോപണം എന്ന് പറയുന്നത് ചിറക്കൽ രാജാസ് സ്കൂളിൽ മാത്രം 16 കോടി രൂപയുടെ അഴിമതി നടത്തി എന്നതാണ്. ഇത് സംബന്ധിച്ച ഒരു പ്രാഥമിക അന്വേഷണമാണ് ഇപ്പോൾ വിജിലൻസ് നടത്തുന്നത്. അതേസമയം ഏത് അന്വേഷണത്തിനും തയ്യാറാണ്, ഏത് അന്വേഷണം നേരിടാൻ തയ്യാറാണെന്ന KPCC അധ്യക്ഷൻ കൂടിയായ കെ സുധാകരൻ ഇന്നലെ മാധ്യമങ്ങൾക്ക് മുൻപിൽ വ്യക്തമാക്കുകയുണ്ടായി. തന്റെ കയ്യിൽ കള്ളപ്പണമില്ല, അതുകൊണ്ട് തന്നെ ഒരു അന്വേഷണത്തെയും ഭയക്കുന്നില്ലെന്നും കെ സുധാകരൻ ഇന്നലെ തന്നെ മാധ്യമങ്ങൾക്ക് മുൻപിൽ വ്യക്തമാക്കിയിരുന്നു. എന്തായാലും സമീപകാലത്ത് കെ സുധാകരനെതിരായി നിരവധി ആരോപണങ്ങൾ ഉയരുന്ന പശ്ചാത്തലത്തിൽ ഈ ഒരു കേസും കൂടി വലിയ